നിന്റെ ചുമ മാറിയില്ലേ? ഞാൻ ഹോമിയോ മരുന്ന് കഴിക്കുന്നുണ്ട്. ഹോമിയോയോ? ഹോമിയോ വ്യാജ ചികിത്സയാണ് എന്നാണല്ലോ ബ്രൈറ്റ് ഡോക്ടർ പറഞ്ഞത്. ഹോമിയോക്ക് സൈഡ് എഫക്റ്റ് ഇല്ല എന്ന് എന്റെ അച്ഛൻ പറഞ്ഞല്ലോ. അലോപ്പതി മുഴുവൻ വിഷമാണ് എന്നാണ് ഹോമിയോ ഡോക്ടറും പറഞ്ഞത്. നല്ല മധുരവുമുണ്ട്. നമുക്ക് ബ്രൈറ്റ് ഡോക്ടറോട് തന്നെ ചോദിച്ചു നോക്കാം. ഹലോ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ഇവൾക്ക് ചുമയാണ്. ഹോമിയോ മരുന്ന് കഴിക്കുന്നുണ്ടത്രേ. ഹോമിയോ വ്യാജ ചികിത്സയാണോ? വരൂ, പറഞ്ഞു തരാം. സാമുവൽ ഹാനിമാൻ എന്നൊരാളാണ് ഇത് കണ്ടുപിടിച്ചത് എന്നറിയാമല്ലോ. ആദ്യം നമുക്ക് ഹോമിയോപ്പതിയുടെ അടിസ്ഥാന പ്രമാണങ്ങൾ എന്താണെന്ന് നോക്കാം. ഹോമിയോപ്പതിയുടെ ഒരു അടിസ്ഥാന നിയമം ദ ലോ ഓഫ് ഇൻഫിനിറ്റെസിമൽസ് എന്നാണ് അറിയപ്പെടുന്നത്. അതായത് മരുന്നുകൾ നേർപ്പിക്കും തോറും മരുന്നിന്റെ ശക്തി കൂടുമത്രേ. ഇത് യുക്തിക്ക് നിരക്കുന്നതാണ് എന്ന് തോന്നുന്നുണ്ടോ? ഈ നേർപ്പിക്കൽ നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ പരിഹാസ്യമായ അളവിലാണ്. ഹോമിയോപ്പതിയിൽ മദർ ടിങ്ചർ എന്നറിയപ്പെടുന്ന വസ്തു നേർപ്പിച്ചാണ് മരുന്നുണ്ടാക്കുന്നത്. ഒരു കുപ്പിയിൽ നിറച്ചും മദർ ടിങ്ചർ എടുക്കുക, എന്നിട്ട് അതങ്ങ് ഒഴിച്ചു കളയുക. ഇപ്പോൾ കുപ്പിയുടെ ഉള്ളിൽ കുറച്ചൊക്കെ മദർ ടിങ്ചറിന്റെ അംശങ്ങൾ പിടിച്ചിരിക്കുന്നുണ്ടാകും. നമ്മൾ ഒഴിച്ചു കളഞ്ഞതിന്റെ 1% കുപ്പിയിൽ ബാക്കിയുണ്ടാകും എന്ന് കരുതാം. ഇനി കുപ്പിയിൽ നിറയെ വെള്ളമെടുത്ത് നന്നായി കുലുക്കിയാൽ നിങ്ങൾക്ക് 1C മാത്രം വീര്യമുള്ള ഹോമിയോ മരുന്ന് കിട്ടും. ഇനി അതങ്ങ് ഒഴിച്ചു കളയാം. ഇപ്പോൾ 1C മരുന്നിന്റെ 1% കുപ്പിയുടെ വശങ്ങളിൽ ബാക്കിയുണ്ടാകും. ഇനി കുപ്പിയിൽ നിറയെ വെള്ളമെടുത്ത് നന്നായി കുലുക്കിയാൽ നിങ്ങൾക്ക് 2C വീര്യമുള്ള മരുന്ന് കിട്ടും. ഇനി ഇതിങ്ങനെ ആവർത്തിക്കുക. കുപ്പി നിറക്കുക, കുലുക്കുക, ഒഴിക്കുക. അങ്ങനെ 200 വട്ടം ആയാൽ നിങ്ങളുടെ കയ്യിലുള്ളതാണ് 200C വീര്യമുള്ള ഹോമിയോ മരുന്ന്. ഒറിജിനൽ മദർ ടിങ്ചറിനേക്കാൾ വീര്യം കൂടിയ മരുന്ന്. ഹോമിയോ സിദ്ധാന്ത പ്രകാരം കുപ്പി കൂടുതൽ തവണ കഴുകും തോറും മരുന്നിന് വീര്യം കൂടി വരും. ഒരു കുപ്പി 200 തവണ കഴുകിയാൽ അതിലെ വെള്ളം അതിൽ ഉണ്ടായിരുന്ന വസ്തുവിനേക്കാൾ വീര്യം കൂടിയ സാധനമായിരിക്കും എന്ന് തോന്നുന്നുണ്ടോ? ഇല്ല. ഇത് ഞാൻ തമാശ പറഞ്ഞതല്ല. ഇങ്ങനെ പല തവണ കുപ്പി കഴുകി വീര്യം കൂടിയ ഹോമിയോ മരുന്ന് ഉണ്ടാക്കുന്ന രീതിയുണ്ട്. കോർസക്കോവിയൻ മെത്തേഡ് എന്നാണ് അതിന്റെ പേര്. സെമിയോൻ കോർസക്കോവ് എന്ന റഷ്യക്കാരനാണ് ഇതിന്റെ ഉപജ്ഞാതാവ്. എന്നാലും സാമുവൽ ഹാനിമാൻ ഇങ്ങനൊരു മണ്ടത്തരം വിശ്വസിക്കാൻ കാരണം എന്തായിരിക്കും? മലമ്പനിക്ക് ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ് സിങ്കോണ മരത്തിന്റെ തൊലി അഥവാ അതിലടങ്ങിയിരിക്കുന്ന ക്വീനി. ഹാനിമാൻ ഹോമിയോപ്പതി ചികിത്സ കണ്ടുപിടിക്കുന്നത് ഒരിക്കൽ സ്വയം സിങ്കോണ കഴിച്ചു നോക്കിയപ്പോൾ തനിക്ക് മലമ്പനിയുടെ ലക്ഷണങ്ങൾ അനുഭവപ്പെട്ടു എന്ന തോന്നലിൽ നിന്നാണ്. അത് നേർപ്പിച്ചു കഴിച്ചതോടെ ലക്ഷണങ്ങൾ മാറുകയും ചെയ്തു. ഹാനിമാൻ കഴിച്ചതായി അദ്ദേഹം രേഖപ്പെടുത്തുന്ന അളവിലുള്ള സിങ്കോണ അക്കാലത്ത് ആളുകൾ മലമ്പനിക്കായി സാധാരണയായി കഴിച്ചിരുന്ന ഡോസാണ്. അതുമാത്രമല്ല, മലമ്പനി തടയാനായി ക്വീനീൻ മദ്യത്തിൽ കലർത്തി കോക്ടെയിൽ രൂപത്തിൽ ജിൻ ആൻഡ് ടോണിക് എന്ന് കേട്ടിട്ടില്ലേ? അകത്താക്കുന്നത് അക്കാലത്ത് സർവ്വസാധാരണമായിരുന്നു. അവർക്കൊന്നും പക്ഷേ ഹാനിമാന് വന്ന പോലെ മലമ്പനിയുടെ ലക്ഷണങ്ങൾ ഉണ്ടായിട്ടില്ല. പിന്നെ എന്തു സംഭവിച്ചിരിക്കും? ഒരുപക്ഷെ അദ്ദേഹത്തിനുണ്ടായത് ക്വീനൈനോടുള്ള അസാധാരണമായ ഒരു സൈഡ് എഫക്റ്റ് മാത്രമായിരിക്കാം. സ്വാഭാവികമായും അത് നേർപ്പിച്ചു കുടിച്ചാൽ ഈ പറയുന്ന സൈഡ് എഫക്റ്റും കുറയും. ഹാനിമാന് അനുഭവപ്പെട്ടത് മലേറിയയുടെ ലക്ഷണങ്ങളല്ല, അത് നേർപ്പിച്ചു കുടിച്ചപ്പോൾ മാറിയത് മലേറിയയുടെ ലക്ഷണങ്ങളുമല്ല. സിങ്കോണ കഴിച്ചാൽ മലമ്പനിയുടെ ലക്ഷണങ്ങൾ ഉണ്ടാകും. അത് സഹസ്രകോടികളിൽ കൂടുതൽ തവണ നേർപ്പിച്ച് സേവിച്ചാൽ മലമ്പനി മാറും എന്ന തന്റെ ചികിത്സാ സിദ്ധാന്തം ഹാനിമാൻ പ്രചരിപ്പിക്കുന്ന കാലത്ത് 10,000-കണക്കിന് ആളുകൾ അതേ സിങ്കോണ അഥവാ കൊനൈൻ കലർന്ന മദ്യം കുടിച്ച് ഫിറ്റായി വീണതല്ലാതെ അവരൊന്നും മലമ്പനി ബാധിച്ചു വീണില്ല. അവർക്കൊക്കെ മലമ്പനി മാറുകയാണ് ചെയ്തത്. ഹോമിയോപ്പതിയുടെ അടിസ്ഥാനം തന്നെ ഒരു തെറ്റിദ്ധാരണയിൽ നിന്നാണ് എന്ന് മനസ്സിലായില്ലേ? മാത്രമല്ല, ഹോമിയോയുടെ നേർപ്പിക്കൽ ശാസ്ത്രം ശരിയാണെങ്കിൽ ഈ പ്രപഞ്ചത്തിലെ ബാക്കി സകല നിയമങ്ങളും തെറ്റാണെന്നു വരും. ഈ പ്രപഞ്ചം തന്നെ ഇവിടെ കാണില്ല. എന്നാലും ഹോമിയോ മരുന്ന് കഴിച്ച ആളുകൾക്ക് അസുഖം മാറുന്നതോ? ആ ചോദ്യം ഒന്ന് മോഡിഫൈ ചെയ്യാനുണ്ട്. ഹോമിയോ മരുന്ന് കഴിച്ച് ആളുകൾക്ക് അസുഖം മാറുന്നത് എന്തുകൊണ്ട് എന്നല്ല, മാറിയതായി തോന്നുന്നത് എന്തുകൊണ്ട് എന്നാണ് ചോദിക്കേണ്ടത്. ശരി, എങ്കിൽ സഞ്ജയൻ എന്ന പണ്ടത്തെ പ്രസിദ്ധനായ ഒരു കഥാകാരൻ എഴുതിയ രുദ്രാക്ഷ മാഹാത്മ്യം എന്നൊരു കഥയുണ്ട്. രുദ്രാക്ഷത്തിന് അത്ഭുത ശക്തിയുണ്ട് എന്ന് പ്രചരിപ്പിച്ച് 2 പേർ അത് വിറ്റു പണക്കാരാകുന്നതാണ് കഥ. രുദ്രാക്ഷത്തിന്റെ അത്ഭുത ശക്തിയിൽ ആളുകൾ വിശ്വസിക്കാൻ കാരണം അതിൽ പറയുന്നുണ്ട്. രുദ്രാക്ഷം വാങ്ങുന്നവരിൽ ചിലർക്കെങ്കിലും അവരുദ്ദേശിക്കുന്ന ഫലം കിട്ടും. പരീക്ഷയിൽ പാസ്സാകാൻ ആഗ്രഹിച്ച് രുദ്രാക്ഷം വാങ്ങുന്നവരിൽ ചിലരെങ്കിലും പരീക്ഷ പാസ്സാകും. അവർ പരീക്ഷ ജയിച്ച വിവരം പരസ്യപ്പെടുത്തും. തോറ്റുപോയവർ അക്കാര്യം പുറത്തു മിണ്ടാനുള്ള സാധ്യത കുറവാണ്.
അതുപോലെ രോഗങ്ങൾ വരുന്നവരെല്ലാം അതുമൂലം മരിക്കാറില്ല. ഏറ്റവും അപകടം പിടിച്ച വസൂരിയുടെ പോലും മരണനിരക്ക് ഏതാണ്ട് 33%. അതായത് വാക്സിനേഷൻ വരുന്നതിനു മുൻപും വസൂരി വന്നിരുന്നവരിൽ മിക്കവാറും ആളുകൾ, അതായത് ഏതാണ്ട് 66% പേരും രക്ഷപ്പെട്ടിരുന്നു. അതായത് നിഷ്ഫലമായ ചികിത്സ ചെയ്താലും 2 വസൂരി ബാധിതരും ജീവനോടെ രക്ഷപ്പെടും. ഹോമിയോ പോലുള്ള വ്യാജ ചികിത്സകൾക്ക് ആരാധകർ ഉണ്ടാകുന്നത് ഇക്കാര്യം മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. ലോട്ടറി എടുക്കുന്ന ചിലർക്കെങ്കിലും സമ്മാനം അടിക്കും. കേടുവന്ന ഒരു ക്ലോക്ക് പോലും ദിവസം 2 തവണ ശരിയായ സമയം കാണിക്കും. ഒരു നാണയം ടോസ് ചെയ്താൽ തലയോ വാലോ വീഴുമെന്നു 50% കൃത്യതയോടെ ആർക്കും പ്രവചിക്കാം. ഇതിനെ ബേസ് റേറ്റ് എന്നു പറയാം. എന്നുവച്ചാൽ പ്രത്യേക ഇടപെടലുകൾ ഒന്നും ഇല്ലാതെ ഒരു കാര്യം സംഭവിക്കാനുള്ള സാധ്യത. നേരത്തെ പറഞ്ഞ വസൂരിയുടെ ഉദാഹരണത്തിൽ വസൂരിയുടെ ബേസ് റേറ്റ് 66% എന്ന് പറയാം. അതായത് വസൂരിക്ക് ആധുനിക ചികിത്സ വരുന്നതിനു മുൻപും ഒരു ഹോമിയോ എന്നല്ല എന്തു ചികിത്സ ചെയ്താലും വസൂരി രോഗികളിൽ മിക്കവരും 66% പേരും രക്ഷപ്പെടും എന്നു പ്രവചിക്കാനാകും. അപ്പോൾ പറഞ്ഞു വരുന്നത് ഒരു ചികിത്സ ഫലപ്രദമാണോ എന്നറിയാൻ അനുഭവം മാത്രം പോരാ എന്നാണ്. അത് ഈ പറയുന്ന ബേസ് റേറ്റിനേക്കാൾ കൂടുതലാണോ എന്നാണ് നോക്കേണ്ടത്. വസൂരിയുടെ കാര്യത്തിൽ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ട കുറെ പേര് ചൂണ്ടിക്കാട്ടിയിട്ടു കാര്യമില്ല. അത് 66%-ൽ എത്ര കൂടുതലാണ് എന്നാണ് തെളിയിക്കേണ്ടത്. അത് എത്ര കൂടുന്നോ അത്രയും നല്ലത്. മോഡേൺ മെഡിസിന്റെ ഗുണം എന്നത് 66%, അതിജീവൻ നിരക്ക് എന്നത് 100%-ലെത്തിച്ചു എന്നതാണ്. ഇതുപോലെ തന്നെയാണ് ഓരോ അസുഖവും. മോഡേൺ മെഡിസിൻ പെൻസിലിൻ കണ്ടുപിടിക്കുന്നതിനു മുൻപ് സിഫിലിസിന്റെ മരണനിരക്ക് ഏതാണ്ട് 30%. ഹോമിയോ കൊണ്ടു ചികിത്സിച്ചാലും 70% പേരും സിഫിലിസിൽ നിന്നു രക്ഷപ്പെടുമായിരുന്നു. ചാവാതെ കിടക്കുന്ന ആരെയെങ്കിലും ചൂണ്ടിക്കാട്ടി സിഫിലിസിന് ഹോമിയോ ഫലപ്രദമാണ് എന്ന് വാദിച്ചിട്ടു കാര്യമില്ല. പെൻസിലിന്റെ കണ്ടുപിടുത്തതോടെ സിഫിലിസ് ബാധിച്ചു മരിച്ചിരുന്നവരുടെ എണ്ണം 30%-ൽ നിന്ന് ഏതാണ്ട് 0%-ലെത്തി. ഹോമിയോയിൽ ഇപ്പോഴും അത് 30% തന്നെയാണ്. അതുപോലെ പാമ്പു കടിക്കുന്ന എല്ലാവരും മരിക്കാറില്ല. കടിയേൽക്കുന്നവരിൽ ഏതാണ്ട് 90% പേരും പലവിധ കാരണങ്ങളാൽ, അതായത് വിഷമില്ലാത്ത പാമ്പ്, പാദരക്ഷകളോ വസ്ത്രങ്ങളോ മൂലം ശരിക്ക് കടി ഏൽക്കായ്ക, പാമ്പിന്റെ വിഷഗ്രന്ഥിയിൽ ആവശ്യത്തിന് വിഷം ഇല്ലായ്ക, അങ്ങനെ പലവിധ കാരണങ്ങളാൽ രക്ഷപ്പെടും. ഹോമിയോ മരുന്ന് കൊടുത്താലും ഈ 90% ആളുകളെ രക്ഷപ്പെടൂ. മരിക്കുമായിരുന്ന 10% കൂടി രക്ഷിക്കുക എന്നതാണ് മോഡേൺ മെഡിസിൻ ചെയ്യുന്നത്. അപകട നിരക്ക് വളരെ താഴ്ന്നു നിൽക്കുന്ന അസുഖങ്ങളാണ് വ്യാജ ചികിത്സകളുടെ സ്ഥിരം വേട്ടമൃഗം. ബേസ് റേറ്റ് വളരെ കൂടുതലുള്ള, അതായത് തന്നെത്താൻ പൂർവ്വസ്ഥിതി പ്രാപിക്കാൻ സാധ്യത കൂടുതലുള്ള ചൊറി, ചിരങ്ങ്, അരിമ്പാർ, തോന്നുന്ന പോലെ വന്നും പോയും ഇരിക്കുന്ന ശരീരവേദന, ചെറുകിട ശ്വാസമുട്ടൽ, മൈഗ്രൈൻ, സോറിയാസിസ്, ഇതിനൊക്കെയാണ് ഹോമിയോപ്പതിയുടെ ഏറ്റവും മികച്ച മരുന്നുകൾ ഉള്ളത് എന്നത് തന്നെ കാര്യങ്ങൾ വ്യക്തമാകാൻ സഹായിക്കും. ISO 3696 എന്നത് ലബോറട്ടറികളിൽ രാസപരീക്ഷണങ്ങൾക്കുപയോഗിക്കുന്ന വെള്ളത്തിന്റെ ശുദ്ധിയുടെ മാനദണ്ഡമാണ്. 1 ബില്യണിൽ പരമാവധി 10% മാത്രം അന്യവസ്തുക്കൾ കലർന്ന പരമശുദ്ധമായ വെള്ളമാണ് ഇത്. ഹോമിയോയുടെ കണക്കിൽ പറഞ്ഞാൽ 4C പൊട്ടൻസി. ഈ അളവിൽ എന്തെങ്കിലും വസ്തുക്കൾ വെള്ളത്തിൽ ഉണ്ടെങ്കിലും അതൊന്നും ജൈവരാസപ്രവർത്തനങ്ങളെ ബാധിക്കില്ല എന്ന് ലോകമെമ്പാടുമുള്ള അസംഖ്യം ലബോറട്ടറികളിൽ വർഷങ്ങളായി ദിവസേന അനേകം തവണ തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഹോമിയോപ്പതിയിൽ സർവ്വസാധാരണമായി ഉപയോഗിക്കുന്ന ഇതിന്റെയും ലക്ഷക്കണക്കിന് നേർപ്പിക്കപ്പെട്ട 30C മരുന്നുകൾ ശരീരത്തിൽ ജൈവരാസപ്രവർത്തനങ്ങളിൽ ഏർപ്പെടും എന്ന ഹോമിയോപ്പതി സിദ്ധാന്തം പൂർണ്ണ അബദ്ധമാണ് എന്ന് മനസ്സിലാക്കാൻ പ്രയാസമില്ല. ഓരോ തുള്ളി ISO 3696 വെള്ളവും ഹോമിയോപ്പതിയുടെ അശാസ്ത്രീയത ഉറക്കെ വിളിച്ചു പറയുകയാണ്. ലോകമെമ്പാടും ദിവസവും പലതവണ വർഷങ്ങളായി. Homeopathy is actually hopeopathy, because it's only your hope that it works.